ഈ പെൺകുട്ടി ജനിച്ചതു മുതൽ അവളുടെ അമ്മയ്ക്ക് സങ്കടം മാത്രമേ കൊടുത്തിട്ടുള്ളൂ. ജനിച്ചപ്പോൾ തന്നെ 4.5 കിലോ വെയിറ്റ് ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ 1 വയസ്സിൽ മറ്റു കുട്ടികൾ അച്ഛൻ അമ്മ എന്ന് സംസാരിക്കാൻ ശ്രമിക്കുമ്പോൾ ഇവൾ മാത്രം ഇനിയും ഫുഡ് വേണമെന്ന് പറഞ്ഞാണ് സംസാരിക്കാൻ തുടങ്ങിയത്. അതുകൊണ്ട് തന്നെ അവൾക്ക് ഓവർ വെയിറ്റ് ആണ്. അവൾക്ക് പഠിക്കാനുള്ള കഴിവ് പോലുമില്ല. പ്രിൻസിപ്പൽ അമ്മയെ വിളിച്ച് വാൺ ചെയ്തുകൊണ്ടിരിക്കുന്നു. അതുമാത്രമല്ല ഓരോ ദിവസവും കളിച്ചിട്ട് വീട്ടിലേക്ക് വരുമ്പോൾ ഡ്രസ്സ് കീറിയിട്ടാണ് വരുന്നത്. ഇങ്ങനെ അവൾ വളർന്നിട്ടും അമ്മയ്ക്ക് സമാധാനം കിട്ടുന്നില്ല. എന്നാലും അമ്മയ്ക്ക് അവളോട് വളരെയധികം സ്നേഹമാണ്. അങ്ങനെ ഇരിക്കെ ഒരു ദിവസം അവർ സൈക്കിളിൽ പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഒരു ആക്സിഡന്റ് ആയി അമ്മ സീരിയസ് ആയി ഹോസ്പിറ്റലിലാവുന്നു. അതുകൊണ്ട് അവൾ താൻ ഒരിക്കൽ പോലും അമ്മയെ സന്തോഷിപ്പിക്കുന്ന രീതിയിൽ പെരുമാറിയില്ലല്ലോ എന്ന് വിചാരിച്ച് വിഷമിക്കുന്നു. അതാലോചിച്ച് കരഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് എവിടെയോ ചെന്ന് വീഴുന്നു. എവിടെയാണെന്ന് നോക്കുമ്പോൾ അവൾ ടൈം ട്രാവൽ ചെയ്ത് 1981 വന്നു വീഴുന്നു. അവിടെ അവൾ അമ്മയെ അന്വേഷിച്ചു പോകുന്നു. നോക്കുമ്പോൾ അവിടെ അവളുടെ അമ്മ 20 വയസ്സുള്ള ഒരു പെൺകുട്ടിയായിരിക്കുന്നു. അപ്പോഴാണ് അവൾക്ക് താൻ ടൈം ട്രാവൽ ചെയ്ത് വന്നിരിക്കുകയാണെന്ന് മനസ്സിലാവുന്നത്. അതുകൊണ്ട് അമ്മയ്ക്ക് കൊടുക്കാൻ കഴിയാതിരുന്ന സന്തോഷം പാസ്റ്റ് ലൈഫിലെങ്കിലും കൊടുക്കാമെന്ന് തീരുമാനിക്കുന്നു. അതിനായി അവൾ അമ്മയുടെ ഫ്രണ്ടായി മാറുന്നു. അമ്മ എന്തൊക്കെ തെറ്റുകൾ ചെയ്തോ അതെല്ലാം തടഞ്ഞ് നേരെയാക്കാൻ ശ്രമിക്കുന്നു. അതിനായി അമ്മയ്ക്കൊരു നല്ല ജീവിതം കിട്ടുന്നതിന് വേണ്ടി തന്റെ അച്ഛനെ പോലും മാറ്റുന്നു. കാരണം അച്ഛനമ്മയെ ഉപേക്ഷിച്ചു പോകാതിരുന്നെങ്കിൽ അമ്മ ജീവിതത്തിൽ ഹാപ്പി ആയിരുന്നേനെ. അതുകൊണ്ട് ഇപ്പോൾ വേറൊരാളെ സെറ്റാക്കി കല്യാണവും കഴിപ്പിക്കുന്നു. അവസാനമാണ് മനസ്സിലാവുന്നത് ഇവൾ എങ്ങനെ ടൈം ട്രാവൽ ചെയ്തു വന്നോ അതേ ടൈമിലേക്ക് അമ്മയും ടൈം ട്രാവൽ ചെയ്തു വന്നിരിക്കുന്നു. ഇവൾ അമ്മയെ സന്തോഷിപ്പിക്കുന്നതിനാണ് വന്നതെന്നറിഞ്ഞ് അവളുടെ സന്തോഷത്തിനായി അമ്മ എല്ലാം അക്സെപ്റ്റ് ചെയ്യുന്നു. അതുപോലും അവൾക്ക് ക്ലൈമാക്സിലാണ് മനസ്സിലാവുന്നത്. പക്ഷെ അപ്പോഴേക്കും അമ്മ ഈ ലോകം വിട്ടു പോകുന്നു.